എൻ്റെ പേര് ടിൻഡു. ഞാൻ ന്യൂസിലൻഡിൽ നിന്നാണ് വരുന്നത്. കുഞ്ഞിന് 5 വയസ്സും 1 മാസമായി. പക്ഷെ ഡോക്ടറായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ വന്നത് ഒത്തിരി നന്നായി ഇവിടെ വന്നത്. അത് ഡോക്ടറെ കണ്ടതും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്രോച്ച് ഒരു ഫാമിലി, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്. എല്ലാവരും ഭയങ്കര ഹോൾ ഫാമിലീനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇത്. അതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഇപ്പം എനിക്കറിയില്ല എന്തോരം പേര് ആയുർവേദത്തിനെ കുറിച്ച് ഇതിന് ഈ ഓട്ടിസം അല്ലെങ്കിൽ ADHD അതിന് ആയുർവേദം എന്തോരം സപ്പോർട്ട് ചെയ്യുന്നുള്ള ആൾക്കാരിലേക്ക് അത് എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം 100% നമുക്ക് ഇവിടെ വന്ന് വിശ്വാസം ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വിശ്വസിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുക. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ ഫാമിലി ടൈം, ക്വാളിറ്റി ടൈം നമ്മൾ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അവരെ ഒരു രോഗിയായിട്ടോ അവർക്കൊരു ഡിസബിലിറ്റി ഉണ്ടെന്നോ കണക്കാക്കാതെ അവർ നമ്മളെപ്പോലെ തന്നെ എന്നുള്ള രീതിയിൽ നമ്മുടെ കൂടെ കൊണ്ടു നടന്ന് കൂടെ തന്നെ വളർത്തുക. ഞാൻ 18 മാസമുള്ളപ്പോഴാണ് ഉണ്ണിക്ക് ഉണ്ണിയുടെ ഡെവലപ്മെന്റ്സിൽ കുറച്ച് ഡിലേ ഉണ്ടെന്ന് മനസ്സിലായത്. അവൻ ശബ്ദങ്ങൾ മാത്രമേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ആദ്യമൊക്കെ വേർഡ്സ് ഒന്നും അധികം പറയുന്നുണ്ടായിരുന്നില്ല. എന്ത് പറഞ്ഞാലും റിപ്പീറ്റ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ വിളി കേൾക്കത്തില്ല, വിളിച്ചാല് തിരിഞ്ഞു നോക്കത്തില്ല, റെസ്പോൺസ് കുറവായിരുന്നു വിളിക്കുമ്പോൾ. പിന്നെ അധികവും ഇങ്ങനെ സെൽഫ് പ്ലേ, സോളോ പ്ലേ ആയിരുന്നു. ആരുടെയും കൂടെ ഒട്ടും പോകാൻ ഇഷ്ടമില്ല. പുറത്തു പോകുമ്പം, ഗ്യാതറിങ്സിൽ പോകുമ്പം ഭയങ്കരമായിട്ട് തന്നെ നിൽക്കാൻ ഇഷ്ടം, ക്രൗഡ് ഇഷ്ടമില്ല. ഞാൻ ഡോക്ടറോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആയുർവേദത്തിലേ ഉള്ളൂ ഇതിനൊരു ട്രീറ്റ്മെന്റ്. കാരണം ഡെഫിനറ്റ്ലി ഞാൻ നേഴ്സായ അവിടെ അറിയാം, എനിക്ക് ഓട്ടിസം ഉള്ള കുട്ടികൾ ഒത്തിരി വരുന്നുണ്ട്. അപ്പൊ അവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആന്റി ഡിപ്രസൻസും ആന്റിസൈക്കോട്ടിക്സും ഒക്കെയാണ് മെയിൻ കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാലുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് അലോപ്പതിയിൽ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് 100% ഇല്ലാന്ന് എനിക്കറിയാം. ഡിലേ ആയാലും അത് 100% സക്സസ്ഫുൾ ആണ്. കുറച്ചൊരു സമയം നമ്മൾ അതിന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അതിന് സൈഡ് എഫക്ട്സ് ഇല്ല, അതുകൊണ്ട് ദോഷം ഉണ്ടാവില്ല. അത് നമ്മൾ ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്താൽ മതി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി ഇവിടെ വന്നേ. പിന്നെ ഞാൻ ഇവിടെയുള്ള പേഷ്യൻസിനെയും കാണുന്നുണ്ടല്ലോ. അപ്പൊ അവരുടെ പേരൻസിന്റെ റെസ്പോൺസ് ആണെങ്കിലും അവര് ഹാപ്പിയാണ്. അവര് പറഞ്ഞു വന്ന് നമ്മളത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അതുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് കിട്ടും. ഹസ്ബൻഡായിരുന്നു കൂടുതൽ എന്നെക്കാളും. ഞാൻ വിചാരിച്ചത് ആർക്കും പറഞ്ഞു മാറ്റാൻ പറ്റാത്തൊരു ഇതാ. പുള്ളിനെ കൺവിൻസ് എടുക്കാൻ പാടാ. പക്ഷെ പുള്ളി 100% കൺവിൻസ്ഡ് ആയത് കഴിഞ്ഞപ്പം. അപ്പൊ എൻ്റെ അടുത്ത് പറയും നമ്മളത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാല് അതുകൊണ്ട് റിസൾട്ട് വരും. ഒരു പേരൻസിനെ കൗൺസിൽ ചെയ്യുന്ന ഒരു ഇത് ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പൊ അത് എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. കാരണം നമുക്ക് ഈക്വലി നമ്മളും അതിലൂടെ കടന്നു പോകുന്നുള്ളത് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു പോസിറ്റീവ് തരുന്നുണ്ട്. ഒരു പ്രശ്നവും ഇല്ലാതെ ഞങ്ങൾ ഓക്കെ ആക്കി തരാമെന്നുള്ള ഒരു നമുക്കൊരു അഷ്യൂരിറ്റി തരുന്നുണ്ടല്ലോ. അത് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ട് തോന്നി. ഞാൻ ഹൈലി റെക്കമെൻഡ്. ഞാനത് എൻ്റെ റിവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഒത്തിരി പോസിറ്റീവായിട്ട് തോന്നിയതാണ് ഈ സ്ഥലം. ഡോക്ടർ ആഷിഖ് ഡെഫിനറ്റ്ലി ലൈക്ക് എ ബ്രദർലി, ഒരു ഫ്രണ്ട്ലി ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം കുഞ്ഞ് നമുക്ക് ഒരു പേഷ്യന്റ് എന്നുള്ള രീതിയിലൊന്നും അല്ല അവനെ കൺസിഡർ ചെയ്തത്. അവനെ എന്താ പറയുക, ഫാമിലി മെമ്പർ എങ്ങനെയാണോ ഇച്ചിരി അൺവെല്ലായിട്ടിരിക്കുന്നത് അവരെ എങ്ങനെയാണോ കണക്കുന്നത് അതുപോലെ തന്നെ കണക്ക് കൂട്ടുന്നു. അവനെ ട്രീറ്റ് ചെയ്യുന്നതും അവനെ എടുക്കുന്നതും. ഇപ്പൊ അവനെ മാത്രമല്ല, ഞാൻ എല്ലാ കുഞ്ഞുങ്ങളോടുള്ള ബിഹേവിയർ ഡോക്ടറിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും എനിക്ക് ഒരിക്കലും അതൊരു ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ് ആയിട്ട് തോന്നിയില്ല. എപ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ ഒരു അപ്രോച്ചാ. അതുപോലെ തന്നെ ഞങ്ങൾ പേരൻസിന്റെ അടുത്തും ഞാൻ ഉണ്ടെന്നുള്ളൊരു ധൈര്യം ഭയങ്കരമാണ്. നമുക്ക് എങ്ങനെയാ പറയട്ടെന്ന് എനിക്കറിയില്ല. ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. എന്നുവെച്ചാൽ ഞാൻ 100% റെഡി ആവും, ഞാൻ ഉണ്ട് എന്നുള്ള ആ ഒരു ഫീൽ എനിക്ക് തോന്നി.